1970 ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമത്തിനിടയ്ക്ക് അദ്ദേഹം ഈ 5 രൂപ എന്നുള്ളത് 30 രൂപയാക്കി മാറ്റി. ആകെപ്പാടെ ചെയ്തത് 5 രൂപ എന്നുള്ളത് 30 രൂപയാക്കി മാറ്റി. പിന്നെ തമിഴ്നാട് ഗവൺമെന്റിന്, തമിഴ്നാട് ഭരണകൂടത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട പെർമിഷൻ നമ്മൾ നൽകുകയും ചെയ്തു. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി 7.5 ലക്ഷം രൂപ വർഷം തോറും അത് കേരളത്തിന് നൽകണം എന്ന് കരാറിനകത്ത് ഒപ്പിട്ടു, എഴുതി ചേർത്തു. പക്ഷേ ഈ 999 വർഷം എന്നുള്ളത് തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് കേരളത്തിന്റെ ഒരു ദയനീയ പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടാക്കിയ ഈ കരാറിനകത്ത് എന്താണ് പ്രസക്തി? എല്ലാ കരാറുകളും അവിടെ അസ്തമിച്ചു പോയെടുത്ത് വീണ്ടും ജീവന്റെ തുടിപ്പുണ്ടായിരുന്ന ഏക കരാർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ കരാർ മാത്രം